ചെറുകഥ സ്നേഹദൂരം. രചന അങ്ങാടിക്കൽ രാജൻ. ശബ്ദസാന്നിധ്യം ഫെബിൻ പെരിങ്ങാല. പുഴയോട് ചേർന്ന് കിടക്കുന്ന ചെറിയ ഗ്രാമമായ പുല്ലാനിക്കരയിൽ അനു എന്ന പെൺകുട്ടിയും അരവിന്ദ് എന്ന ബാലനും ഒരുമിച്ചാണ് വളർന്നത്. നിലാവെളിച്ചത്തിൽ ഒച്ചയുണ്ടാക്കി കളിക്കുന്നത്, പുഴക്കരയിൽ മണൽക്കോട്ട നിർമ്മിക്കുന്നത് ഇവയൊക്കെ അവരുടെ ദിനചര്യയായിരുന്നു. അനുവും അരവിന്ദും തമ്മിലുള്ള സൗഹൃദം ഗ്രാമത്തിലെ ഏതൊരു വീട്ടിലും കഥയായി പറയപ്പെടുന്നത് അറിയാമായിരുന്നു. പച്ചയും നിഷ്കളങ്കത നിറഞ്ഞതുമായിരുന്നു അവരുടെ ദിനങ്ങൾ. സ്കൂൾ കഴിഞ്ഞാൽ അവർ പതിവായി പുഴക്കരയിലെത്തിയിരുന്നു. അനു കഥ പറയുമെന്നും അരവിന്ദ് അത് ചിത്രമിടുന്നതുമായിരുന്നു. ഒരു ദിവസം നമുക്കൊരുമിച്ചൊരു പുസ്തകമുണ്ടാക്കാം, അനു പറയുമ്പോൾ അരവിന്ദ് ചിരിക്കുമായിരുന്നു. കഥകൾ നിനക്കാണ്, വർണ്ണങ്ങൾ എൻ്റേതും. എന്നാൽ കുട്ടിക്കാലത്തിലെ ആ സന്തോഷം പോലെ എല്ലാം ഒരുപോലെ തുടരില്ലായിരുന്നു. അനുവിൻ്റെ പിതാവിന് പുതിയൊരു ജോലി കിട്ടി. ദൂരെ നഗരത്തിലേക്ക് മാറ്റവും. വാർത്ത അറിഞ്ഞ നിമിഷം തന്നെ അവരുടെ ഇടയിലൊരു നിസ്സാരമായെങ്കിലും തളച്ചു വയ്ക്കുന്നൊരു നിശബ്ദത വീണിരുന്നു. അരവിന്ദന് ആദ്യമായി മനസ്സിലായത് ദൂരം എത്ര വലിയൊരു വാക്കാണ് എന്നുള്ളതാണ്. മാറ്റം വന്ന ദിവസത്തെ വൈകുന്നേരം അവരുടെ പതിവ് പോലെ പുഴക്കരയിൽ ഇരുന്ന അരവിന്ദന് ഒന്നും പറയാനായി വന്നില്ല. അനു ചിരിച്ചുകൊണ്ട്, ദൂരം വന്നാലും സ്നേഹം കുറയുമോ അരവിന്ദ്? നമുക്ക് വീണ്ടും കാണാം. പുഴ ഒഴുകുന്നത് പോലെ നമ്മുടെ സമയവും ഒഴുകട്ടെ. അവൾ നൽകിയ ചെറിയൊരു പുസ്തകം, അവൾ തന്നെ ചിത്രങ്ങൾ വരച്ച ഒരു നോട്ട് അരവിന്ദന് സമ്മാനമായി കൊടുത്തിട്ട് അവൾ പറഞ്ഞു, നീ ഇല്ലാതിരിക്കുമ്പോൾ ഈ പേജുകളിൽ നിന്നെ ഞാൻ കാണും. അന്ന് രാത്രി അനുവിനെ കൊണ്ടുപോയ ജീപ്പ് പോയതിന്റെ പൊടിപടലങ്ങൾ അടങ്ങിക്കഴിഞ്ഞപ്പോൾ അരവിന്ദിന് ആ പുഴക്കര ശൂന്യമായി തോന്നി. നഗരത്തിലെ പുതിയ ജീവിതത്തിൽ മുഴുകിക്കൊണ്ടിരുന്നിട്ടും അനു ഓരോ ആഴ്ചയും അരവിന്ദനായി ഒരു കത്തെഴുതി. അരവിന്ദ് അതിന് മറുപടി എഴുതും. അവൻ വരച്ച പുതിയ ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട്. ദൂരം വളരെ കൂടുതലാണെങ്കിലും അവരുടെ സൗഹൃദം ദൃഢമായിരുന്നു. പുഴക്കരയുടെ പച്ചയും ചില്ലകളുടെ മർമ്മരവും അവർക്കിടയിലെ ചിരിയുടെ പ്രതിധ്വനിയും ആ കത്തുകളിൽ നിറഞ്ഞിരുന്നു. കാലം മാറിക്കൊണ്ടിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അനു ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നു. ഒരാഴ്ചത്തെ അവധി. അരവിന്ദ് കേട്ട നിമിഷം തന്നെ പഴയ പാതയിലൂടെ പാഞ്ഞെത്തി. പുഴക്കരയിൽ ഇരിക്കാൻ ഇരുവർക്കും ഒരു ചെറുതും മിണ്ടാതെയുമുള്ള കനൽ പോലെ ഒരു ഉന്മേഷം. നീ മാറി, അനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീയോ മാറിയോ അരവിന്ദ് തിരിച്ചു ചോദിച്ചു. അനു തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മാറിയില്ല, ഞാൻ വളർന്നു. പക്ഷെ ഇവിടെ നിന്നെയും ഒത്തും ഉണ്ടായിരുന്ന എൻ്റെ ദിവസങ്ങൾ, അവ ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. പുഴയ്ക്ക് അന്ന് ഒഴുക്ക് കുറവായിരുന്നു. പക്ഷെ അവരുടെ കണ്ണുകളിൽ പുതിയ യാത്രകൾക്ക് മുന്നറിയിപ്പായി ആകാശത്തൊരു നക്ഷത്രമുണ്ടായിരുന്നു. അവധി കഴിഞ്ഞിട്ട് അനു മടങ്ങിപ്പോയി. ഈ തവണ അവർ തമ്മിൽ പിരിയുമ്പോൾ അരവിന്ദ് മനസ്സിലാക്കി, ദൂരം ഇനി ഭയപ്പെടുത്തുന്ന വാക്കല്ല. സൗഹൃദമെന്നാൽ കയ്യിലൊതുങ്ങുന്ന ഒരു പഴയ കത്ത്, ഒരു വരച്ചു നൽകിയ ഓർമ്മ, ഒരു പുഴക്കരയിലെ കാറ്റ്. ഇവയൊക്കെ പങ്കുവയ്ക്കുന്നവർക്കിടയിൽ ദൂരം ഒരു പടിയോളം മാത്രം. വർഷങ്ങൾ പിന്നിട്ടു. അവരുടെ ജീവിതങ്ങൾക്ക് ഓരോ വഴികളായി. അനു ഒരു എഴുത്തുകാരിയായി, അരവിന്ദ് കലാരംഗത്ത് പ്രശസ്തനും. എന്നാൽ ഓരോ പുസ്തകവും പൂർത്തിയാക്കുമ്പോഴും അനു അരവിന്ദിന് ആദ്യ പകർപ്പയക്കും. ഓരോ ചിത്ര പ്രദർശനത്തിനും ആദ്യം ക്ഷണിക്കുന്നത് അരവിന്ദ് അനുവിനെ തന്നെയാണ്. ഇന്ന് പുല്ലാനിക്കരയിലെ പഴയ പുഴക്കരയിൽ ഇരുന്ന അവർ രണ്ടുപേരും വീണ്ടും മുഖത്തോട് മുഖം നോക്കുന്നു. ഒരിക്കൽ നഷ്ടപ്പെടുമെന്ന് കരുതിയ ബാല്യകാലത്തിന്റെ നീലാകാശത്തെ അനു മിണ്ടി പറഞ്ഞു. ദൂരം നമ്മെ അകറ്റിയില്ല, അത് നമ്മളെ കൂടുതൽ അടുത്താക്കി. അരവിന്ദ് ചിരിച്ചുകൊണ്ട്, സ്നേഹത്തിന് ദൂരമില്ലെന്നത് നീ തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. ആ പുഴയുടെ ശാന്തമായ ഒഴുക്ക് അവരുടെ വാക്കുകൾ കേട്ടതുപോലെ തോന്നി. ദൂരം പലപ്പോഴും ഒരു പരീക്ഷണം മാത്രമാണ്. സ്നേഹം അതിനെ ജയിക്കുമ്പോൾ ഹൃദയങ്ങൾ കൂടുതൽ അടുക്കുന്നു.